സനാവുള്ള മക്തി തങ്ങള് പറയുന്നൊരു വാക്യമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറബിയിൽ പ്രാർത്ഥിക്കരുത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മലയാളത്തിൽ പ്രാർത്ഥിക്കണം. എന്നിട്ട് അദ്ദേഹം പറയും, അറബിയിൽ പ്രാർത്ഥിച്ചാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥിച്ചെന്താണെന്ന് ദൈവത്തിന് മാത്രമേ മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അടുത്തൊരു വരി പ്രധാനപ്പെട്ട വരിയാണ്, പ്രാർത്ഥിക്കുന്നവനിലും പ്രാർത്ഥിക്കുന്നവളിലും കുടികൊള്ളുന്നതാണ് ദൈവം. ഇത് നവോത്ഥാനം കൊണ്ടുവരുന്ന വലിയൊരു സ്പിരിറ്റാണ്. ദൈവം എന്നത് അർത്ഥം അറിയാത്തൊരു മന്ത്രമല്ല, അർത്ഥമറിയുന്നത് വഴി പ്രാർത്ഥിക്കുന്നവരിൽ ഉളവാകുന്ന അനുഭൂതിയുടെ പേരാണ് ദൈവം. ഈ അനുഭൂതി വേണമെങ്കിൽ നിശ്ചയമായും ആചാരപരതയുടെ താർക്കികതയുടെ മണ്ഡലത്തിൽ നിന്ന് വേദഗ്രന്ഥങ്ങളെ മാനുഷികമായ ജീവിത മൂല്യങ്ങളിലേക്ക് നാം നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കണം. കാരണം മാനുഷികത എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ മാറ്റമില്ലാതെ നിൽക്കുന്നൊരു കാര്യമല്ല. ആരാണ് മനുഷ്യൻ എന്നുള്ള ചോദ്യത്തിന് ചന്തുമേനോന്റെ ഉത്തരം ഒരു നായരും നമ്പൂതിരി എന്നായിരുന്നു. ചന്തുമേനോന്റെ നോവലിനെ കുറിച്ച് പി.കെ. ബാലകൃഷ്ണൻ പറയുന്ന രസമുള്ളൊരു നിരീക്ഷണമുണ്ട്. ബാലകൃഷ്ണന്റെ ശതാബ്ദിയാണ് ഇക്കൊല്ലം. ബാലകൃഷ്ണൻ പറയുന്നത്, ചന്തുമേനോന്റെ നോവൽ വായിച്ചാൽ നിങ്ങൾക്ക് രണ്ട് പ്രത്യേകത കാണാം. ഒന്ന്, ചന്തുമേനോന്റെ നോവലിൽ രണ്ട് ജാതിക്കാരേ ഉള്ളൂ, നായരും നമ്പൂതിരി. ചന്തുമേനോന്റെ സുഹൃത്തുക്കളിൽ തീയന്മാരൊക്കെ ഉണ്ടായിരുന്നു. ബാലകൃഷ്ണൻ പറയുന്നത് തീയന്മാരെ വീട്ടിൽ കയറ്റിയിട്ടുണ്ടെങ്കിലും നോവലിൽ കയറ്റിയിട്ടില്ല. കാരണം മനുഷ്യരാവണമെങ്കിൽ മിനിമം നായരെങ്കിലും ആവണം എന്നത് ഒരു ഘട്ടത്തിന്റെ ബോധ. രണ്ടാമത്തൊരു പ്രത്യേകത, ചന്തുമേനോന്റെ നോവലിൽ സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷ് അറിയാത്തവർ സൂര്യനമ്പൂതിരിപ്പാടിനെ പോലെ പഞ്ചുമേനോനെ പോലെയുള്ള ചില ആളുകളാണ്. കൊള്ളാവുന്ന മനുഷ്യരൊക്കെ, ഭംഗിയുള്ളവരൊക്കെ ഇംഗ്ലീഷ് അറിയുന്നു. ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മളറിയാതെ ഈ ചന്തുമേനോന്റെ മനുഷ്യനിൽ നിന്ന് തകഴി മനുഷ്യനെ മാറ്റി. തകഴിക്ക് ചാത്തനും കോരനും മനുഷ്യനായി. ബഷീറിലെത്തിയപ്പോൾ ഒരു പോക്കറ്റ് അടിക്കാരൻ മനുഷ്യൻ, ഒരു വേശ്യ മനുഷ്യൻ. അതുകൊണ്ട് ആരാണ് മനുഷ്യൻ എന്നുള്ള ചോദ്യത്തിന് 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലുള്ള ഉത്തരമല്ല, 20-ാം നൂറ്റാണ്ടിന്റെ പകുതി എത്തുമ്പോഴുള്ള ഉത്തരം. അതിൽ ഒരു പോക്കറ്റ് അടിക്കാരൻ, അതിലൊരു വേശ്യ, അതില് പെറുക്കികളായ മനുഷ്യർ, ഭിക്ഷക്കാർ, ഇവരൊക്കെ മനുഷ്യരായി തീരുകയും മനുഷ്യാനുഭവത്തിന്റെ അതിർത്തി മാറുകയും ചെയ്യും. ഇത് ദൈവഭാവനയിലും വരും. മാനുഷികതയിലേക്ക് നിരന്തരമായി ദൈവാനുഭവം എന്നതിനെ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് മാത്രമേ വാസ്തവത്തിൽ ദൈവാനുഭവത്തെ നമുക്ക് സമകാലികമായിട്ടും നീതിപൂർണമായിട്ടും മാറ്റിത്തീർക്കാൻ കഴിയും. ഇതിനോട് പൗരോഹിത്യം സമ്മതിക്കില്ല. ആ വാക്കിൻ്റെ ഉച്ചാരണം ശരിയായിരുന്നോ എന്ന് ചോദിച്ച് അതിൻ്റെ താർക്കികമായ ശബ്ദശാസ്ത്രപരമായ ഉൽപ്പത്തി ഇതാണോ എന്ന് ചോദിച്ച് താർക്കികതയിലൂടെ ഇതിനെ നേരിടാനായിട്ട് എല്ലാ കാലവും മതപൗരോഹിത്യം ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനെ മറികടന്ന് ഈ മാനുഷികമായ അനുഭവത്തിൻ്റെ കേന്ദ്രത്തിലാണ് വാസ്തവത്തിൽ ഇതിനെ പ്രതിഷ്ഠിക്കേണ്ടത്, വേദഗ്രന്ഥങ്ങളെ നിലനിർത്തേണ്ടത് എന്നത് വാസ്തവത്തിൽ മതങ്ങളെ മുൻനിർത്തി നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. മതവിശ്വാസി അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇതിൽ എന്താണ് താല്പര്യം എന്ന് ചോദിച്ചാൽ, മതവിശ്വാസികളല്ലാത്തവരായിട്ട് ലോകത്ത് കുറച്ച് ആളുകളേ ഉള്ളൂ. മഹാഭൂരിപക്ഷം മനുഷ്യരും മതബോധത്താൽ അതിനകത്ത് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് മതം ചീത്തയാവാതിരിക്കേണ്ടത് മതവിശ്വാസിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, മതം ചീത്തയാകാതിരിക്കേണ്ടത് മതവിശ്വാസം ഇല്ലാത്തവരും കൂടി ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ആചാരപരമായ വ്യാഖ്യാനങ്ങൾ, താർക്കികമായ ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങൾ, ഇതിൽ നിന്നെല്ലാം അതിൻ്റെ നൈതിക വ്യാഖ്യാനങ്ങളിലേക്ക് മതഗ്രന്ഥങ്ങൾ എത്തിക്കുക. നൈതിക വ്യാഖ്യാനം, എത്തിക്കൽ റീഇൻ്റർപ്രിട്ടേഷൻസ്. കാരണം അതിൻ്റെ കാതലായ മൂല്യത്തിലേക്ക്, സ്നേഹസാരം എന്നതിലേക്ക് ഒരു അനുഭവത്തെ എത്തിക്കാൻ കഴിയുക, ഒരു മതബോധത്തെ എത്തിക്കാൻ കഴിയുക, സാഹോദര്യ ഭാവനയിലേക്ക് എത്തിക്കാൻ കഴിയുക, ഏകത്തിലേക്ക് എത്തിക്കാൻ കഴിയുക, കരുണയിലേക്ക് എത്തിക്കാൻ കഴിയുക.